ഹായ് ഫ്രണ്ട്സ്, ചിരുളി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോണേ അറിയോ? നമ്മളിന്നൊരു പരീക്ഷണം കേട്ടോ ചെയ്യാൻ പോണേ. അപ്പോൾ ആ പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ അവിടെ മേശമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാ കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷണം ചെയ്യാൻ പോണേ. ഇത് പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളെ പരീക്ഷണം ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ പരീക്ഷണത്തിന് ഒരേ അളവിലുള്ള 2 ബോട്ടിൽ വേണം. അപ്പോൾ അതാ ഞാൻ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മുന്നിലുള്ളതാ ഈ വലിയ ബോട്ടിൽ പാരച്യൂട്ടും കുറച്ച് കുഞ്ഞു കുഞ്ഞു ബോട്ടിൽ പാരച്യൂട്ടും ഉണ്ട്. അപ്പോൾ അളവിന് എത്രമാത്രം മാറ്റം ഉണ്ടാവും, തുല്യ അളവാണോ, ഇനിയിപ്പോൾ കുറച്ച് കൂടുതലുണ്ടാവുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പരീക്ഷണത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ വലിയ ബോട്ടിലാണ് എടുക്കാൻ പോണേ. ഈ വലിയ ബോട്ടിൽ 250 ml ആട്ടോ. ഇതിന് വില എന്ന് പറയുന്നത് 103 റുപ്യാണ്, 103. പിന്നെ നോക്കണേ ചെറിയ ബോട്ടിലാട്ടോ. ഇത് 25 ml ആണ്. ഇതിൻ്റെ വില വെറും 10 റുപ്യ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 103 രൂപേൻ്റെ വലിയ ബോട്ടിലും അതേ വില കണക്കാക്കിയിട്ടുള്ള ചെറിയ ബോട്ടിലാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ 10 വാങ്ങണം. നമ്മളൊന്ന് 11 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 10 ചെറിയ ബോട്ടിലാകുമ്പോൾ 100, പിന്നെ ഒന്നും കൂടി വാങ്ങിയത് 103 അല്ലേ. അപ്പോൾ അത് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വാങ്ങിയത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പരീക്ഷണം തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ കുപ്പീൻ്റെ മുടിയൊക്കെ തുറന്ന് നല്ലപോലെ ഒന്ന് സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഒരേ അളവിലുള്ള 2 കുപ്പികൾ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോകണത് ഏതാ അറിയോ? ഈ വലിയ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ അത് നമുക്ക് പൊട്ടിക്കാം. ഒഴിക്കാൻ പോവുകയാണേ. നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ വീഴുന്നുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതാ 250 മില്ലി ഫുള്ളായിട്ട് നമ്മൾ ഈ കുപ്പിക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് പോന്നോട്ടെ. അപ്പോൾ എയറാണ് വരുന്നത് ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞു. നമ്മൾ ചെറിയ ബോട്ടിൽ എടുക്കാം കേട്ടോ. അതും ഇതേപോലെ പൊട്ടിച്ച് നോക്കാം നമുക്ക്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക്. ഒന്നാമത്തത് ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബോട്ടിലെടുത്തു, ഇതേപോലെ പൊട്ടിച്ചു. ഒഴിക്കണേ. മൂന്നാമത്തെ എടുത്തു, പൊട്ടിച്ചു. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഞെക്കുമ്പോൾ തന്നെ ഇതിലുള്ള മുഴുവൻ പോരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ പ്രാവശ്യം ഒരു തുള്ളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഞെക്കി എടുത്താൽ ഉള്ളത് മുഴുവൻ പോന്നോളും. നമ്മൾ നാലാമത്തെ എടുക്കാം കേട്ടോ. ഇതേപോലെ പൊട്ടിച്ചൊഴിക്കണേ. ഇപ്പോൾ ഇതേപോലെ പിന്നെ ബൂസ്റ്റ്, ഹോർലിക്സ്, അതുപോലെ ഷാമ്പു ഒക്കെ ചെയ്യണമൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അതിൽ ചിലപ്പോൾ അളവ് കറക്റ്റ് ആയിരിക്കും, ചിലത് കൂടുതലായിരിക്കും, ഒക്കെ മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പാരച്യൂട്ട് വെളിച്ചെണ്ണ എങ്ങനെയാണ്, കൂടുതലുണ്ടോ കുറവുണ്ടോ, ഒരേ അളവാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പരീക്ഷണം നടത്തണേ. അപ്പോൾ നമ്മൾ 5-മത്തെ എടുത്തിട്ടുണ്ട്. 5-മത്തെ കഴിഞ്ഞു. ഇതാക്കണു. 6-മത്തെ എടുത്തു. ഒഴിക്കാൻ പോവാണേ. 7-മത്തെ കുപ്പി. 8-മത്തെ കുപ്പി. 9-മത്തെ വെളിച്ചെണ്ണ ഒഴിക്കണേ. 10-മത്തെ ഒഴിച്ചു. ഇപ്പം എന്താ അവസ്ഥ? അപ്പോൾ ഫ്രണ്ട്സ്, ഇതാക്കണു. നമ്മൾ 10 കുപ്പി ഒഴിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ, ഏകദേശം ഒരു സെയിമാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്കൊരു 3 രൂപേൻ്റെ കൂടി ഒഴിക്കാണ്ടല്ലോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ 11-മത്തെ കുപ്പി ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പൊട്ടിച്ച്. നമുക്കിതിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത ഈ ഒരു പരീക്ഷണത്തിൽ നമുക്ക് എന്താ മനസ്സിലായത്? ഈ ഒരു വലിയ കുപ്പിയും ഈ ചെറിയ കുപ്പി ബോട്ടിൽ വെളിച്ചെണ്ണ വാങ്ങുകയാണെങ്കിലും ഒരേ അളവ് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ബൂസ്റ്റിൻ്റെയും പിന്നെ അതുപോലെ ഷാമ്പൂവിൻ്റെയൊക്കെ വീഡിയോയിൽ ആ ചെറിയ പാക്കറ്റിലുള്ള ആ അളവാണ് കൂടുതലായിട്ട് കാണുന്നത്, ബോട്ടിൽ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും ബോട്ടിൽ തന്നെയല്ലേ, അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിത് ഈക്വൽ അളവ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് ഈ പരീക്ഷണത്തിൽ നിന്ന് ഇപ്പോൾ എന്താ മനസ്സിലായെച്ചാൽ, നമ്മൾ 10 റുപ്യേൻ്റെ ഈ ചെറിയ ബോട്ടിൽ വാങ്ങുകയാണെങ്കിൽ ആ വിലക്കുള്ള ഈ ബോട്ടിലുണ്ടാവും. അതുപോലെ നമ്മൾ 103 റുപ്യക്ക് ഈ ഒരു ബോട്ടിൽ വാങ്ങുകയാണെങ്കിൽ ആ ഒരു അളവിലുള്ള ഇതിലും ഉണ്ടാവും. ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങും ചെയ്യാം ഈ അടിപൊളി പാരച്യൂട്ട്. അപ്പോൾ മനുവിന് അവിടെ ചായ കുടിക്കാൻ നേരം വൈകിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ, നമ്മളെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നമ്മളെ ബെല്ലൈക്കൺ ഒന്ന് കൊടുക്കണം. എന്നാലാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. ഈ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ.
പിന്നെന്താ പറയാനുള്ളത്? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.